നമ്മൾ ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് സ്റ്റെയിൻ നമ്മൾ സ്റ്റെയിനിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ, ഓരോ സ്റ്റെയിനിങ്ങിലും പ്ലാസം അല്ലെ സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇയോസിൻ, നിഗ്രോസിൻ ഒന്ന് ഓർത്തിരിക്കുക, ഇയോസിൻ, നിഗ്രോസിൻ എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ 4 ഓപ്ഷൻ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ അസിഡിക് സ്റ്റെയിൻ പഠിച്ചു, ബേസിക് സ്റ്റെയിൻ പഠിച്ചു. അപ്പൊ ഇവിടെ പ്ലസ് ചാർജ് ആയതുകൊണ്ട് അസിഡിക് സെൽ, അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്. ഏതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമ്മൾ ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് സ്റ്റെയിൻ നമ്മൾ സ്റ്റെയിനിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ, ഓരോ സ്റ്റെയിനിങ്ങിലും അല്ലെ. ഇപ്പൊ സ്പോർ സ്റ്റെയിനിങ് ആണെങ്കിൽ ഡിഫറെന്റ് സ്റ്റെയിൻ ആണ്, ഗ്രാം സ്റ്റെയിനിങ് ഡിഫറെന്റ് സ്റ്റെയിൻ ആണ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വേറെ സ്റ്റെയിനിങ് ആണ്, അതുപോലെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ആണെങ്കിലും ഫ്ലജല്ല ആണെങ്കിലും ക്യാപ്സ്യൂൾ ആണെങ്കിലും ഓരോന്നിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ മാത്രം നമുക്കൊരു ടേബിൾ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ടൈപ്പ് ഓഫ് സ്റ്റെയിൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ഉണ്ട് അതിന്റെ എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് സ്റ്റെയിനും കാണപ്പെടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് സ്റ്റെയിൻ മെയിൻ ആയിട്ട് അസിഡിക്, ബേസിക്, ന്യൂട്രൽ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണുള്ളത്. ഇതിൽ ബേസിക് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. എന്താണ് ബേസിക് സ്റ്റെയിന്? പോസിറ്റീവ് ചാർജ് ആണ്. ബേസിക് സ്റ്റെയിന് പോസിറ്റീവ് ചാർജ് ആണ്. അസിഡിക് സ്റ്റെയിനോ അവർക്ക് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ന്യൂട്രൽസ് എന്ന് പറയുമ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് ബേസിക് ആൻഡ് അസിഡിക് ഡൈ ആണ്. അതിന് എക്സാമ്പിൾ വരുന്നത് റോമാനോസ്കി സ്റ്റെയിൻ. ഓക്കെ, റോമാനോസ്കി സ്റ്റെയിൻ ആണ്. അപ്പൊ ബേസിക് ഡൈക്ക് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ആണ്. ഒരു പോയിന്റ് ഓർത്തിരിക്കുക. സ്റ്റെയിൻ അസിഡിക് സെൽ കമ്പോണന്റ് ലൈക്ക് ന്യൂക്ലിയൈ. അപ്പൊ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമ്മുടെ ഈ ബാക്ടീരിയൽ സെൽസിന്റെ സ്റ്റെയിൻ അസിഡിക് സെൽ, അതായത് പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പൊ അസിഡിക് സെല്ലിനെയാണ് സ്റ്റെയിൻ ചെയ്യുക. അത് 2 പ്ലസ് വരാൻ പാടില്ല, 2 മൈനസ് വരാൻ പാടില്ല അല്ലെ. അപ്പൊ ഇവിടെ പ്ലസ് ചാർജ് ആയതുകൊണ്ട് അസിഡിക് സെൽ, അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്. ഏതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? ന്യൂക്ലിയൈ. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആണ് ഇവർക്ക്. നെഗറ്റീവിലെ എന്നും ന്യൂക്ലിയയിലെ എന്നും ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുക. ഓക്കെ, അപ്പൊ എൻ എന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാൻ പറ്റും. ഓക്കെ, ന്യൂക്ലിയൈ എൻ, നെഗറ്റീവിലെ എൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനെയാണ് ഇവിടെ സ്റ്റെയിൻ ചെയ്യുക. ഇതിന് എക്സാമ്പിൾ ആണ് മെഥിലിൻ ബ്ലൂ ഉണ്ട്, ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അസിഡിക് ഡൈ നോക്കാം. അസിഡിക് ഡൈ എന്താണ്? അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ ബേസിക് കമ്പോണൻസിനെയാണ് സ്റ്റെയിൻ ചെയ്യുക. ബേസിക് കമ്പോണൻസിന് പ്ലസ് ചാർജ് ആണ്. നെഗറ്റീവ് സ്റ്റെയിൻ ആണെങ്കിൽ പ്ലസ് ചാർജ് ഉള്ള കമ്പോണൻസ് ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള സ്റ്റെയിൻ ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസിനെ ആയിരിക്കും സ്റ്റെയിൻ ചെയ്യുക. ഇവിടെ ഏതാണ് പോസിറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം, ഇയോസിൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നമുക്ക് ഓരോ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ അസിഡിക് ഡൈയും പോസിറ്റീവ് ഡൈയും അതിന്റെ ചാർജും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ടേബിൾ കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു അസിഡിക് സ്റ്റെയിൻ അല്ലെ, ക്രോമോജൻ ഓഫ് അസിഡിക് സ്റ്റെയിൻ നെഗറ്റീവ്ലി ചാർജ്ഡ്. എന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ്? നെഗറ്റീവ്ലി ചാർജ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആനയോണിക് സ്റ്റെയിൻ. അപ്പൊ ആനയോണിക് സ്റ്റെയിൻ എന്നാണ് അസിഡിക്കിലെ എയും ആനയോണിക്കിലെ എയും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഇനി യൂസ് ടു സ്റ്റെയിൻ പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ്. ഏതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ്? നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസം അല്ലെ. സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇയോസിൻ, നിഗ്രോസിൻ ഒന്ന് ഓർത്തിരിക്കുക. ഇയോസിൻ, നിഗ്രോസിൻ, ഇന്ത്യ ഇങ്ക്, ആസിഡ് ഫ്യൂഷൻ, കോൺകോറഡ്. ഓക്കെ, അപ്പൊ എക്സാമിന് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് അസിഡിക് ഡൈ ആയത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് അസിഡിക് ഡൈ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയുന്നു. അസിഡിക് സ്റ്റെയിൻ എന്ത് ചാർജ് ആണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനെയാണ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ് പോസിറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? യെസ്, നമ്മൾ സൈറ്റോപ്ലാസം. ഒക്കെ അല്ലെ. ഈ അസിഡിക് ഡൈയുടെ വേറൊരു പേരെന്താണ്? ആനയോണിക് സ്റ്റെയിൻ. അപ്പൊ അസിഡിക്കിലെ എയും ആനയോണിക്കിലെ എയും രണ്ടും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഏതൊക്കെ എക്സാമ്പിൾ? ഇയോസിൻ ഉണ്ട്, നിഗ്രോസിൻ ഉണ്ട്, നിഗ്രോസിൻ ഉണ്ട്, ഇന്ത്യ ഇങ്ക് ഉണ്ട്, അസിഡിക് ഫ്യൂഷൻ ഉണ്ട്, കോൺകോറഡ്. ഇത്രയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ നമുക്ക് അസിഡിക് ഡൈ ക്ലിയർ ആണേ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി ബേസിക് ഡൈയിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ബേസിക് ഡൈക്ക് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസിനെയാണ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുക. ഏതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? ന്യൂക്ലിയൈ. ഓക്കെ, നെഗറ്റീവിലെ എന്നും ന്യൂക്ലിയയുടെ എന്നും നെഗറ്റീവിലെ എന്നും നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഡൈക്ക് പറയുന്ന ഒരു പേര് കാറ്റയോണിക് സ്റ്റെയിൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ ആൽഫബറ്റിൽ എ ബി സി, ബി കഴിഞ്ഞാൽ സി ആണ് അല്ലെ. അസിഡിക് ഡൈയില് അസിഡിക് സ്റ്റെയിനും
ആനയോണിക്കും, ബി ബേസിക് സ്റ്റെയിൻ, ഇത് കാറ്റയോണിക് എന്നൊന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, കാറ്റയോണിക് ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനെ സ്റ്റെയിൻ ചെയ്യുന്നു. ഏതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ്? ന്യൂക്ലിയൈ. ഇനി എക്സാമ്പിൾസ് നോക്കാം. മെഥിലിൻ ബ്ലൂ, സഫ്രാനിൻ, മാലക്കേറ്റ് ഗ്രീൻ, ബേസിക് ഫ്യൂഷൻ, ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, അപ്പൊ 5 ഓപ്ഷൻസ് ഉണ്ട്, 5 എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ 4 ഓപ്ഷൻ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ അസിഡിക് സ്റ്റെയിൻ പഠിച്ചു, ബേസിക് സ്റ്റെയിൻ പഠിച്ചു. അസിഡിക് സ്റ്റെയിന് ആനയോണിക് സ്റ്റെയിൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഇയോസിൻ, നിഗ്രോസിൻ, ഇന്ത്യായിക് ഒക്കെയാണ്. ഇനി ബേസിക് സ്റ്റെയിന് കാറ്റയോണിക് എന്ന് പറഞ്ഞു, അതിന് പോസിറ്റീവ് ചാർജ് ആണ്. അത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സെൽ കമ്പോണൻസ് ഏതാണ്? ന്യൂക്ലിയനൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നു അല്ലെ. അതിന് എക്സാമ്പിൾ നമ്മൾ മെഥിലിൻ ബ്ലൂ കണ്ടു, ക്രിസ്റ്റൽ വയലറ്റ് കണ്ടു, മാലക്കേറ്റ് ഗ്രീൻ കണ്ടു, സഫ്രാനിൻ, ബേസിക് ഫ്യൂഷൻ എല്ലാം കണ്ടു. ഓക്കെ, ഇനി ന്യൂട്രൽ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ രണ്ടിനും ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ആണ്, സോൾട്ട് ഓഫ് ബോത്ത് ഡൈ ആസിഡ് ആൻഡ് ഡൈ ബേസ് ആണ് അല്ലെ. ഇത് ഇറ്റ് സ്റ്റെയിൻ ബോത്ത് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനൊക്കെ സ്റ്റെയിൻ ചെയ്യും. അത് ന്യൂക്ലിയൻ സൈറ്റോപ്ലാസ്റ്റ് ഒക്കെ സ്റ്റെയിൻ ചെയ്യും. ഇതിന് എക്സാമ്പിൾ വരുന്നത് ജിംസ സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ, റൊമാനസ്കി ടൈപ്പ് സ്റ്റെയിൻസ് ഒക്കെയാണ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അസിഡിക് ഡൈയും ബേസിക് ഡൈയും ന്യൂട്രൽ ഡൈയും ഒന്ന് ഓർത്തിരിക്കുക. 3 ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. ഇതിൽ എന്താണ് ചാർജ്? ഇതിൽ വരുന്ന ഇതിൽ പറയുന്ന മറ്റൊരു പേര് അസിഡിക് ഡൈ ആണെങ്കിൽ ആനയോണിക് സ്റ്റെയിൻ ആണ്, ബേസിക് ഡൈ ആണെങ്കിൽ കാറ്റിയോണിക് അല്ലെ. അതുപോലെ തന്നെ ഇത് എന്തിനാണ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുക? പോസിറ്റീവ് ചാർജ് ഉള്ള ബേസിക് സ്റ്റെയിൻ ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് ഉള്ള സെൽ കമ്പോണൻസ് ന്യൂക്ലിയൻ ആയിരിക്കും സ്റ്റെയിൻ ചെയ്യുക. ഇനിയിപ്പോൾ അസിഡിക് സ്റ്റെയിൻ ആണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ്, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള സെൽ കമ്പോണൻസ് ഏതാണത്? സൈറ്റോപ്ലാസം സ്റ്റെയിൻ ചെയ്യുന്നു അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക. ഇയോസിൻ, നിഗ്രോസിൻ ഒക്കെയാണ് വരിക, കോൺകറേറ്റ് ഒക്കെ വരും. ഇനി ബേസിക് ഡൈ ആണെങ്കിൽ നമ്മൾ മാലക്കേറ്റ് ഗ്രീൻ, സഫ്രാനിൻ, മീഥിൽ, ക്രിസ്റ്റൽ വയലറ്റ്, മെഥിലിൻ ബ്ലൂ ഒക്കെ വരും. ഓക്കെ, ഇനി ന്യൂട്രൽ സ്റ്റെയിനിൽ റൊമാനസ്കി ടൈപ്പ് സ്റ്റെയിൻ, ലീഷ്മാൻ, ജിംസ ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ്. അപ്പൊ ഇനി ആരും ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് മറന്നു പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി എക്സാമിന് എവിടെ നിന്ന് തിരിച്ചു മറിച്ചും ഓരോ എക്സാമ്പിൾസ് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്